ക്രിസ്തുവിൽ പ്രിയരെ, വചനം വിചിന്തനത്തിലേക്ക് സ്വാഗതം. ആഗോളസഭ പുതിയ പാപ്പയായ ലിയോ 14 ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. നാം ഇന്ത്യ പാകിസ്ഥാൻ സംഘട്ടനത്തിൻ്റെ ദുഃഖത്തിലും സമാധാനാന്തരീക്ഷം എത്രയും വേഗം സംജാതമാകുവാനുള്ള പ്രാർത്ഥനയിലുമാണ്. ഇന്നത്തെ വിചിന്തന വിഷയം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10 അധ്യായം 27 മുതൽ 30 വരെയുള്ള നല്ല ഇടയനെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഇന്ന് ദൈവവിളി ഞായറായും ആഗോളസഭ ആഘോഷിക്കുന്നു. നമ്മുടെ ഇടവകകളിൽ നിന്നും ധാരാളം നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. സഭാപിതാവായ വിശുദ്ധ ക്രിസോസ്തോം പറയുന്നത് പോലെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ഒരേ സമയം ഇടയനും ആടും വാതിലുമാണ്. പിതാവിൻ്റെ സന്നിധിയിലേക്ക് നയിക്കുന്ന വഴി എന്ന നിലയിൽ യേശു വാതിലാണ്. നമ്മെ കാത്തുപാലിക്കുന്നവൻ എന്ന നിലയിൽ അവിടുന്ന് ഇടയനാണ്. നമ്മുടെ പാപം ചുമരിൽ പേറുന്നവൻ എന്ന നിലയിൽ അവിടുന്ന് കുഞ്ഞാടാണ്. ജന്മം കൊണ്ട് തച്ചനും അണികളിലധികവും മീൻപിടുത്തക്കാരുമായിരുന്നിട്ടും യേശു തന്നെ വിശേഷിപ്പിക്കാൻ തിരഞ്ഞെടുത്ത അഭിസംബോധന ഇടയൻ എന്നതാണ്. ഇടയനും ആടുകളും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ രൂപകത്തിലൂടെ സഭയാകുന്ന ആലയുടെ തനിമയും ശ്രേഷ്ഠതയുമാണ് ക്രിസ്തു വ്യക്തമാക്കുന്നത്. ഇടയനും ആടുകളും എന്ന പ്രതീകം പഴയ നിയമത്തിൽ ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്. ആടുമേയ്ക്കൽ ഇസ്രയേൽ ജനത്തിൻ്റെ ഒരു പാരമ്പര്യ തൊഴിലായിരുന്നു. പൂർവ്വപിതാക്കന്മാരും പ്രവാചകന്മാരിൽ പലരും ഈ തൊഴിൽ ചെയ്ത് ജീവിച്ചവരായിരുന്നു. അവർ ഇടയന്മാരായിരുന്നു. അന്നത്തെ സാമൂഹിക കാഴ്ചപ്പാടിൽ ഇടയനും ആടുകളും തമ്മിലുള്ള അഗാധമായ ബന്ധവും പ്രതിബദ്ധതയും ഏവർക്കും സുവ്യക്തവുമായിരുന്നു. അജഗണത്തിലെ ആടുകളെ വ്യക്തിപരമായി അടുത്തറിയുന്ന നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നവനാണെന്ന സത്യം ഏവർക്കും സുവ്യക്തമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യേശു തന്നെ നല്ല ഇടയൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചിരിക്കുന്നത്. ദൈവത്തിന് ഇസ്രയേൽ ജനതയോടുള്ള സ്നേഹവും ആഴമായ ബന്ധവുമാണ് നല്ലിടയൻ എന്ന രൂപകത്തിലൂടെ വ്യക്തമാക്കുന്നത്. കർത്താവ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. 23 സങ്കീർത്തനം 1 മുതലുള്ള വചനങ്ങൾ നല്ലിടയൻ്റെ പൈതൃകമായ സംരക്ഷണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവ് ദൈവജനത്തിൻ്റെ ഇടയനാണ്. യഹോവയായ ദൈവം തൻ്റെ ജനത്തിൻ്റെ ഇടയനും രാജാവുമായി ദാവീദിനെ തിരഞ്ഞെടുത്തുവെന്ന് സാമുവേൽ പ്രവാചകൻ്റെ 2 പുസ്തകം 7 അധ്യായം 7-8 വചനങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദിൻ്റെ വംശത്തിൽ പിറക്കുന്ന ക്രിസ്തു ജനത്തിൻ്റെ നല്ല ഇടയനായിരിക്കും. തൻ്റെ മരണത്തിലൂടെ ജനത്തിന് രക്ഷ നൽകുന്ന ഇടയനെപ്പറ്റി സഖറിയ പ്രവചിച്ചിട്ടുണ്ട്. സഖറിയയുടെ പുസ്തകം 12 അധ്യായം 10 മുതലുള്ള വചനങ്ങളിൽ ദൈവജനത്തെ സംരക്ഷിക്കാതെ അവർ നശിപ്പിക്കുന്ന ദുഷ്ടരായ ഇടയന്മാർക്കെതിരെ കർത്താവ് ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുന്നതായും ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 23 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 10 അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന നല്ല ഇടയൻ്റെ രൂപകത്തിന് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 34 വിവരിക്കുന്ന ഇസ്രയേലിൻ്റെ ഇടയന്മാരെ കുറിച്ചുള്ള രൂപക കഥയോട് ഏറെ സാമ്യമുള്ളതായി കാണാൻ കഴിയും. ദൈവജനത്തെ ചൂഷണം ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ദുഷ്ടരും സ്വാർത്ഥരുമായ ഇടയന്മാർക്കെതിരെ ശക്തമായ താക്കീത് നൽകുന്നുണ്ട്. ഈ ദുഷ്ടരായ ഇടയന്മാരെ സ്ഥാനഭ്രഷ്ടരാക്കിയിട്ട് യഹോവയായ ദൈവം തന്നെ ദൈവജനത്തിൻ്റെ ഇടയനായി തീരുമെന്നും വ്യക്തമാക്കുന്നു. പഴയ നിയമത്തിലെ നല്ല ഇടയനായ യഹോവയുടെ സ്ഥാനത്ത് വിശുദ്ധ യോഹന്നാനിൽ യേശുവാണ് നല്ല ഇടയൻ എന്ന് വ്യക്തമാക്കുന്നു. നല്ല ഇടയൻ്റെ സവിശേഷതകൾ ഇവയാണ്. ഒന്നാമതായി, നല്ല ഇടയൻ ആട്ടിൻ തൊഴുത്തിലേക്ക് നേർവഴിയിലൂടെ പ്രവേശിക്കുന്നു. 2, നല്ല ഇടയൻ ആടുകളെ നല്ല മേച്ചിൽ സ്ഥലത്തേക്ക് നയിക്കുന്നു. ആടുകൾക്ക് ഭക്ഷണവും പരിചരണവും നൽകുക എന്നതും ഇടയധർമ്മമാണ്. 3, നല്ല ഇടയൻ ആടുകളെ പേര് ചൊല്ലി വിളിക്കുന്നു. ആടുകളുമായുള്ള വ്യക്തിബന്ധമാണ് ഇടയൻ്റെ മഹത്വം, ഇടയധർമ്മം. 4, നല്ല ഇടയൻ ആടുകൾക്ക് മുമ്പിൽ നടക്കുന്നു, ആടുകൾക്ക് നേർവഴി കാട്ടിക്കൊടുക്കുന്നു. അങ്ങനെ നല്ലൊരു മാർഗദർശിയും സംരക്ഷകനും വഴികാട്ടിയുമാണ് നല്ല ഇടയൻ.
5. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. പക്ഷപാതം ഇടയന് ഭൂഷണമല്ല, എല്ലാറ്റിനെയും ഒരുപോലെ കാണുന്നു, ഒരുപോലെ സ്നേഹിക്കുന്നു. 7. നല്ല ഇടയൻ മുറിവേറ്റതിന് വച്ചുകെട്ടുന്നു, നടക്കാൻ കഴിയാത്തതിന് തോളിലേറ്റുന്നു. യേശു നല്ല ഇടയനും നാം അജഗണങ്ങളുമാണ്. നാം യേശുവിൻ്റെ സ്വരം അറിഞ്ഞ് യേശുവിനെ അനുഗമിക്കണം. അപ്പോഴാണ് ഒരു ഇടയനും ഒരു അജഗണവും എന്ന വസ്തുത യാഥാർത്ഥ്യമാകുന്നത്. യേശുവാണ് നല്ല ഇടയനും മാതൃകാ ഇടയനും. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവൻ പോലും സമർപ്പിക്കുന്നു എന്നതാണ് നല്ല ഇടയനായ യേശുവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ജനത്തെ നയിക്കുന്ന നേതാവിൻ്റെ പ്രത്യേകത ബൈബിളിലെ ഇടയൻ, ഒരു നല്ല ഇടയനായിരിക്കേണ്ട ഗുണങ്ങൾ യേശുവിൽ നമുക്ക് ദൃശ്യമാണ്. ഒരു നല്ല നേതാവിൻ്റെ ഗുണങ്ങൾ: ഒന്നാമതായി, നല്ല നേതാവ് സത്യമാർഗത്തിലൂടെ ചരിക്കുന്നവനും നേതൃത്വ ശുശ്രൂഷ നിർവഹിക്കുന്നവനുമാണ്. 2. അണികളെ വ്യക്തിപരമായി അറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് ഉത്തമനായ നേതാവ്. 3. അണികളെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവനാണ് നല്ല നേതാവ്. 4. അണികൾക്ക് നല്ല മാതൃക നൽകുന്നവനാണ് ഉത്തമനായ നേതാവ്. 5. നല്ല ഇടയനായ യേശുവുമായി ഗാഢബന്ധത്തിൽ ജീവിക്കുന്നവനാണ് നല്ല നേതാവ്. 6. അണികൾക്ക് സമൃദ്ധമായ ജീവൻ നൽകുന്നവനാണ് ഉത്തമനായ നേതാവ്. 7. അണികൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ സന്നദ്ധനാകുന്നവനാണ് നല്ല നേതാവ്. 8. അണികൾക്കിടയിലും സമൂഹത്തിലും ഐക്യവും കൂട്ടായ്മയും പരിപോഷിപ്പിക്കുന്നവനാണ് ഉത്തമ നേതാവ്. 9. ദൈവഹിതത്തോടുള്ള സമ്പൂർണ്ണ വിധേയത്വവും ആഴമായ ദൈവസ്നേഹവുമാണ് നല്ല നേതാവിൻ്റെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളേണ്ടത്. 10. എല്ലാ മനുഷ്യരെയും വ്യത്യസ്തതകളെയും ഉൾക്കൊള്ളുന്ന സാർവത്രിക വീക്ഷണമുള്ളവനാണ് ഉത്തമ നേതാവ്. യേശു നല്ലിടയൻ എന്ന വചനം ശ്രവിച്ച് കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ഉത്തമ ഇടയന്മാരായി മാറാനും നല്ലിടയനായ യേശുവിനെ അനുധാവനം ചെയ്യുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.